എത്ര എണ്ണം വേണം? ഇനി എത്ര എണ്ണം? പള്ളിയുടെ ഈ ഒരു സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ ഇത് എടുക്കണേ. അടുത്തു ഈ ചന്ദനക്കുടം നിങ്ങളെ തലയെ വെച്ചേക്ക്. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഭീമാപള്ളി ഉറൂസോടനുബന്ധിച്ചിട്ടുള്ള ലാസ്റ്റത്തെ ദിവസമാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. محمد رسول الله أشهد أن محمد رسول الله حي على الصلاة അപ്പോൾ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ പേര് തമ്പടിച്ചിരിപ്പുണ്ടാ. ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ പല പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ നമുക്കിത് പള്ളിയുടെ ഈ ഒരു സൈഡിലായിട്ടാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ ചന്ദനക്കുടം എടുക്കുന്ന ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ നമുക്ക് ഇതാ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മളെ അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലുള്ള ഒരു വിഷ്വൽസ് ആണെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ടിലുള്ള വിഷ്വൽസ് ഉണ്ട്. ഈ ഒരു സൈഡിലുള്ള വിഷ്വൽസ് ഉണ്ട്. ആൾക്കാരൊക്കെ ആണെങ്കിൽ പള്ളിയിൽ കയറാൻ വേണ്ടിയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തിരക്കുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചന്ദനക്കുടം എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പേരെ നമുക്ക് കാണാൻ പറ്റും കേസ്. ഇപ്പോൾ ലാസ്റ്റത്തെ ദിവസമായതുകൊണ്ട് ചന്ദനക്കുടത്തിൻ്റെ ഒരു തിരക്ക് ഇവിടെ ഉണ്ട് കേസ്. ഇപ്പൊ നേർച്ച എല്ലാവരും നാനാജാതി മതസ്ഥരാണെങ്കിൽ ഇവിടെ സംഭവം നേർച്ച ഇടാൻ വേണ്ടി ഇഷ്ടംപോലെ പേരാണെങ്കിൽ വരുന്നുണ്ട്. ചന്ദനക്കുടം എടുത്തിട്ട് പള്ളി ഫുള്ളും ചുറ്റിക്കറങ്ങിയിട്ട് പള്ളിയിലകത്ത് കയറി നേർച്ച അർപ്പിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസമാണ്. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള വിശ്വാസമായിരിക്കും. അപ്പോൾ ചന്ദനക്കുടവും അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ചന്ദനക്കുടത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ആ ഒരു സെഷനാണ് കേസ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് പള്ളിയുടെ ഫ്രണ്ടിലുള്ള വിഷ്വൽസാണ്. ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഭക്തജനങ്ങൾക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ സംഭവം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നിനെ കാണിച്ചു തരാം. ആൾക്കാരൊക്കെ ഉണ്ട്. ചന്ദനക്കുടം കൊണ്ട് ആൾക്കാർ വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേസ്. നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് അപ്പുറത്തോട്ട് നോക്കാം. ചന്ദനക്കുടം കൂടുതലായിട്ടും വരുന്നത് ആ ഒരു സൈഡിൽ നിന്നിട്ടാണ്. നമുക്ക് അതൊന്ന് കാണിച്ചു തരാം. ചന്ദനക്കുടം മേടിക്കാം, നേർച്ച കുടം എടുക്കാം. ചന്ദനക്കുടം മേടിക്കാം, നേർച്ച കലയൊക്കെ എടുക്കാം, പള്ളി കൊടുക്കാനുള്ള നേർച്ച കലയൊക്കെ എടുക്കാം, നേർച്ചകൾ എടുത്ത് പോവാം.
ചന്ദനക്കുടം മേടിക്കാം, ചന്ദനക്കുടം മേടിക്കാം, നേർച്ചക്കുടം മേടിക്കാം, ചന്ദനക്കുടം മേടിക്കാം, നേർച്ചക്കുടം മേടിക്കാം, ചന്ദനക്കുടം മേടിക്കാം. അപ്പോൾ നമ്മുടെ പള്ളിയുടെ ആ ഒരു ഫ്രണ്ടിലുള്ള വിഷ്വൽസ് നമുക്കത് ഈ ഒരു സൈഡിൽ കൂടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് രക്ഷയില്ലാത്തൊരു ക്രൗഡാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലാസ്റ്റത്തെ ദിവസത്തെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷയില്ലാത്തൊരു വിഷ്വൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ലാസ്റ്റത്തെ ദിവസം ചന്ദനക്കുടം എടുക്കാൻ വേണ്ടി നല്ല രീതിയിലുള്ള ക്രൗഡ് നമ്മുടെ ഭീമാപള്ളിയിൽ അങ്കണത്തിലുണ്ട്. ഇപ്പുറത്തെ സൈഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തിരക്ക് നമുക്ക് കാണാം. നല്ല രീതിയിൽ അനൗൺസ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആൾക്കാർ ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പള്ളിയുടെ ആ ഒരു സൈഡിലോട്ടുള്ള ഒരു വിഷ്വൽസിനാവുന്ന കാണിച്ചു തരാം. കുറച്ച് നേരെ നമ്മുടെ പള്ളിയിലുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള വിഷ്വൽസ് കൂടെ കാണിച്ചതിന് ശേഷം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു വർഷം ഇനി വെയിറ്റ് ചെയ്യണം ഭീമാപള്ളി ഉറൂസിന് വേണ്ടി. വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകൾ തന്നെയാണ് നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇതുവരെ വീഡിയോസുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മുടെ വീഡിയോസ് മാക്സിമം കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നതിന് മെയിനായിട്ട് വെളിയിലുള്ള ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണ്, അതായത് പ്രത്യേകിച്ചും പ്രവാസികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസിൽ കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. ശ്രദ്ധിക്കുക, പെരുമാതുറയിൽ നിന്നും ഭീമാപള്ളി പൂന്ത്ര മെയിൻ റോഡ് പാർക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ വാഹനങ്ങളും അടിയന്തരമായി അവിടെ നിന്നും എടുത്ത് പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യുവാൻ ആവർത്തിക്കുന്നു. ഭീമാപള്ളി പൂന്ത്ര മെയിൻ റോഡിൽ പാർക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ വാഹനങ്ങളും പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റുവാൻ അറിയിക്കുന്നു.